പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, HST ഫിസിക്കൽ സയൻസ് പരീക്ഷയ്ക്കായിട്ട് ഓരോ ജില്ലകളിലും എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാവും. അപ്പോൾ കൃത്യമായിട്ട് ഏത് ജില്ലകളിൽ ഓരോ ജില്ലകളിലും എത്ര ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്താകും എന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതിനു മുന്നേ പറയട്ടെ, ഇപ്പോൾ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു ജില്ലയിൽ ഇപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റ പോസ്റ്റേ ഉള്ളെങ്കിൽ ആ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട്. ആ ഒറ്റ പോസ്റ്റിന് വേണ്ടിയിട്ട്, ഒറ്റ പോസ്റ്റേ ഉള്ളത് വിചാരിക്കുക, ആ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട്, അത്ര എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും, കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മുടെ പ്രിപ്പറേഷനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല. ഒരേ താളത്തിൽ ഒരേ രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ജില്ലകളിലെയും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കാം. ആദ്യമേ പറയട്ടെ, 20,472 പേരാണ് ടോട്ടൽ കേരളം മുഴുവൻ HST ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം HST നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെയുള്ള HSTകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടാണ്. 20,472 പേരാണ് ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓരോ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 2,368 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ 1,073 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലേക്ക് 345 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിൽ 690 പേരുണ്ട്. കോട്ടയത്ത് 665 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ 497 പേര്. എറണാകുളത്ത് 1,230 പേരാണ് എറണാകുളത്തുള്ളത്. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 1,577 പേരാണ് തൃശ്ശൂർ ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 1,925 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. മലപ്പുറത്ത് ശ്രദ്ധിക്കുക, 4,366 പേരാണ് മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ല നോക്കുകയാണെങ്കിൽ 2,050 പേര് കോഴിക്കോട് ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വയനാട്ടില് 595 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ണൂര് 1,278 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവസാനമായി കാസർഗോട്ട് 1,813 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോട്ടല് 20,472. ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ല ഏതാണ്? മലപ്പുറം തന്നെയാണ്. നമുക്കറിയാം 4,366 പേര് മലപ്പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളതും മലപ്പുറത്ത് തന്നെ ആയിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ജില്ലയിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വന്നു. ഏറ്റവും കുറച്ച് ആപ്ലിക്കൻസ് ഉള്ളത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. 345 പേര് മാത്രമാണ് ആകെ പത്തനംതിട്ട ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് HSI ഫിസിക്കൽ സയൻസിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ എത്ര പേര് നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുണ്ടെന്ന് നോക്കുക. എത്ര പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. I+ന്റെ കോഴ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നടക്കുകയാണ്. മലയാളം ക്ലാസ്സുകൾ, നോട്ടുകളൊക്കെ ആയി ഇപ്പോൾ റിവിഷന്റെ സീരീസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ മുന്നിൽ ഇനി ഒരു 5-6 മാസം നമ്മുടെ മുന്നിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ കാണുന്ന 20,472 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ എന്നോർത്ത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. കാരണം ഇതിലൊരു പകുതിയിൽ താഴെ പേര് മാത്രമേ, നിങ്ങളെ പോലുള്ള പകുതിയിൽ താഴെ പേര് മാത്രമേ സീരിയസ് ആയിട്ട് ഈ പരീക്ഷയെ സമീപിക്കുന്നുണ്ടാവുള്ളൂ. അതിൽ തന്നെ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ ഒരാളായി തീരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്കാണ് റാങ്ക് കിട്ടുന്നത്. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും I+നൊപ്പം ചേരാം. നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഴ്സിന്റെ ലിങ്കും അതുപോലെ മറ്റ് ഫോൺ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് I+ന്റെ കോഴ്സിൽ എൻറോൾ ചെയ്യാം. നിങ്ങളുടെ പഠനം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.